ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ തീരുമാനിക്കേണ്ടത് അത് അപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണോ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആണോ എന്നുള്ളതാണ്. അപ്രീഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില ദിവസം തോറും കൂടാനാണ് സാധ്യത. അതായത് ഇപ്പം സ്റ്റോക്സ് അല്ലെങ്കിൽ ബോണ്ട്സ്, പിന്നെ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിന്റെ വാല്യൂ. ഡിപ്രീഷിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, ഇലക്ട്രോണിക് ഐറ്റം മുതലായ കാര്യങ്ങൾക്ക് വാല്യൂ കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അതിനൊരു ഫിക്സഡ് ലൈഫാണ്. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിനകത്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോകമെമ്പാടും ഒരുപക്ഷെ അപ്രീഷിയേറ്റിംഗ് ആയിരിക്കാം, പക്ഷെ കേരളത്തിൽ അത് ഡിപ്രീഷിയേറ്റിംഗ് ആണ്. കാരണം ലാൻഡ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ബിൽഡിങ്ങിന് എപ്പോഴും ഒരു 60 ഇയർ to 80 ഇയർ ലൈഫ് ഉള്ളൂ. അതുകൊണ്ട് അത് ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്.